സാധിക്കും നീ തെളിഞ്ഞാൽ സകലതുമതുപോൽ നീ മുഷിഞ്ഞാൽ മുടങ്ങും. ഭേദിക്കും ചിത്തരംഗം തവ ചരിതമഹോ തെല്ലുമോർക്കാതിരുന്നാൽ. നീതിക്കാം നിൻ സമക്ഷം ഭഗവതിയകദോഷങ്ങളൊന്നും വിടാതെ. മാതാവേ കാത്തു രക്ഷിക്കുക കടലിണയിൽ ക്ഷീണനായി വീണൊരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. അഷ്ടമസ്കന്ധം ചതുർത്ഥാധ്യായമാണ് ഇന്നു മുതൽ നമ്മൾ അവലോകനം ചെയ്യാൻ തുടങ്ങുന്നത്. മനുവംശത്തിനെ തുടർന്നുകൊണ്ട് നാരായണ ഋഷികളെ നാരദന് പ്രിയവ്രത ചരിതത്തിനെയാണ് ഇവിടെ പറയുന്നത്. മനോ സ്വയംഭുവസ്യാസീൽ ജ്യേഷ്ഠപുത്ര പ്രിയവ്രത പിതു സേവാപരോ നിത്യം സത്യധർമ്മപരായണ. സ്വയംഭുമനുവിൻ്റെ ജ്യേഷ്ഠപുത്രനായ പ്രിയവ്രതൻ സത്യധർമാദികൾ നിഷ്ഠകളൊക്കെ ഉള്ളവനായിരുന്നു. പിതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിഞ്ഞു വന്നു. വിശ്വകർമാവിൻ്റെ പുത്രിയും എല്ലാ ഗുണങ്ങൾക്കും തികഞ്ഞ സുന്ദരിയുമായ ബർഹിഷ്മതിയെയാണ് ഈ പ്രിയവ്രതൻ വിവാഹം കഴിച്ചത്. അതിൽ ഉത്കൃഷ്ട ഗുണങ്ങളോടുകൂടിയ ഭക്തന്മാരായിട്ടുള്ള 10 പുത്രന്മാരും അവർക്ക് ഒരേ ഒരു അനുജത്തിയായിട്ട് ഊർജസ്വതി എന്നൊരു കന്യകയും അദ്ദേഹത്തിന് ജനിച്ചു. അഗ്നിദ്രൻ, ഇദ്മജിഹ്വൻ, മൂന്നാമതായിട്ട് യജ്ഞബാഹു, നാലാമതായിട്ട് മഹാവീരൻ, അഞ്ചാമതായിട്ട് രുക്മശുക്ലൻ, പിന്നെ ഘൃതപൃഷ്ടൻ, സവനൻ, എട്ടാമതായിട്ട് മേധാതിഥി, പിന്നെ വീതിഹോത്രനും കവിയും. ഇങ്ങനെ അഗ്നികളുടെ വന്യനാമം എന്നാ പറയുക. അഗ്നികളുടെ വിവിധ പേരുകളാണ് ഈ 10. അപ്പോൾ അഗ്നികളുടെ പേരുകളായിട്ടുള്ള ഈ 10 നാമങ്ങളോടുകൂടിയ 10 പുത്രന്മാർ അദ്ദേഹത്തിന് ജനിച്ചു എന്നവിടെ പറഞ്ഞു. ഈ 10 പുത്രന്മാരിൽ 3 പുത്രന്മാർ വിരാഗികളായിരുന്നു. കവി, സവനൻ, മഹാവീരൻ എന്നീ 3 പുത്രന്മാർ ആത്മാരാമന്മാരായിരുന്നു. ഊർധ്വരേതസ്സുകളായിട്ടുള്ള അവരെല്ലാം പരമഹംസം എന്നു പേരുള്ള ആശ്രമത്തിൽ സസന്തോഷം അനാസക്തരായിട്ട് വാണു. പ്രിയവ്രതന് മറ്റൊരു ഭാര്യയിൽ 3 പുത്രന്മാരുണ്ടായിരുന്നു. ഉത്തമൻ, താമസൻ, രൈവതൻ എന്നാണ് അവരുടെയൊക്കെ പേര്. മഹാബലവാന്മാരായിട്ടുള്ള ഇവരെ മന്വന്തരാധിപതികളായിരുന്നു എന്നവിടെ പറഞ്ഞു. മന്വന്തരാനുചരിതം ഒക്കെ വർണ്ണിക്കുന്ന സമയത്ത് അവിടെ താമസമന്വന്തരം, രൈവതമന്വന്തരം, ഉത്തമമന്വന്തരം, താമസമന്വന്തരം, രൈവതമന്വന്തരം എന്നൊക്കെ കേട്ടിരിക്കും. അവർ ഈ പ്രിയവ്രതൻ്റെ പുത്രന്മാരാണ് എന്ന് പറയുകയാണ്. പ്രിയവ്രതൻ ഈ ഭൂമിയെ ഒട്ടും മങ്ങാത്ത ഓജസ്, ബലം എന്നിവയോടുകൂടി 110 കോടി വർഷം ഭരിച്ചു എന്ന് ഇവിടെ പറയുന്നുണ്ട്. 110 കോടി വർഷം. ഭൂമിയുടെ ഒരു ഭാഗത്ത് സൂര്യൻ കത്തിജ്വലിക്കുമ്പോൾ മറുഭാഗത്ത് അന്ധകാരമാണല്ലോ എന്നുദ്ദേശിച്ചുകൊണ്ട് പ്രിയവ്രത മഹാരാജാവ് ഈ വിപരീതമായിട്ടുള്ള എല്ലാം കണ്ടിട്ട് അതിനെപ്പറ്റിയേറെ ചിന്തിച്ചു. ഈ ഭൂമിയിൽ രാജാവായിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് തമസ്, ഇരുട്ട്, ഒരു ഭാഗത്ത് പ്രകാശം, സൂര്യവെളിച്ചം. ഈ വൈരുദ്ധ്യം എൻ്റെ യോഗബലത്താൽ ഭൂമിയിൽ ഇല്ലാതാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ സ്വയംഭൂമനുവിൻ്റെ പുത്രനായിട്ടുള്ള പ്രിയവ്രതൻ ആദിത്യനെ പോലെ ജ്വലിക്കുന്ന രഥത്തിലെ ലോകം മുഴുവൻ തിളങ്ങിക്കൊണ്ട് ഭൂമിയെ 7 വട്ടം പ്രദക്ഷിണം ചെയ്യുകയുണ്ടായി. അങ്ങനെ സഞ്ചരിക്കെ രാജരഥത്തിൻ്റെ ചക്രങ്ങൾ പതിഞ്ഞ ഭൂഭാഗം ഭൂമിയുടെ നിലനിൽപ്പിനാകെ ഉതകുന്ന സമുദ്രങ്ങളായിട്ട് തീർന്നു. ബാക്കിയുള്ള പ്രദേശങ്ങൾ 7 പ്രത്യേക ഭൂഖണ്ഡങ്ങളായി, രഥചക്രം പതിഞ്ഞ കുഴികൾ 7 സമുദ്രങ്ങളായി തീർന്നു. അങ്ങനെയുണ്ടായ ഭൂഭാഗങ്ങളെ ദ്വീപങ്ങൾ എന്ന് പറഞ്ഞു വന്നു. അവയാണ് സപ്തദ്വീപങ്ങൾ: ജംബൂദ്വീപം, പ്ലാക്ഷദ്വീപം, ശാൽമലം, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം എന്നൊക്കെയാണ് ഈ 7 ദ്വീപുകളുടെ പേരുകൾ.
അവയുടെ വലിപ്പം ഓരോന്നും ഉത്തരോത്തരം ഇരട്ടി ആണ്, ഒന്നിൻ്റെ ഇരട്ടിയാണ് അടുത്തത്. ഈ ദ്വീപങ്ങളെയൊക്കെ ചുറ്റി നിൽക്കുന്ന സമുദ്രങ്ങളെ യഥാക്രമം ക്ഷാരം ഉപ്പ് സമുദ്രം, ഇക്ഷുരസം കരിമ്പ് നീരുള്ളത്, സുരോധം മദ്യം, ഘൃതോധം നെയ്യ്, ക്ഷീരോധം പാൽക്കടല, ദധിമണ്ഡോധം തൈര്, ശുദ്ധോദകം നല്ല തെളിഞ്ഞ ശുദ്ധജലം. ഇങ്ങനെയാണ് അറിയപ്പെടുന്നതായിട്ടുള്ള ഈ സപ്തസമുദ്രങ്ങൾ. ജംബൂദ്വീപം എന്ന ഒന്നാമത്തെ ദ്വീപം ക്ഷാര ഉദം എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കണു. രാജാവായ പ്രിയവ്രതൻ ആഗ്നീധ്രനെ, തൻ്റെ മൂത്തപുത്രനെയാണ് ഇതിൻ്റെ അധിപനാക്കിയത്. കരിമ്പ് വെള്ളത്താൽ ചുറ്റപ്പെട്ട രണ്ടാമത്തെ പ്ലക്ഷദ്വീപത്തിൻ്റെ അധിപനായിട്ട് ഇദ്മജിഹ്വനെ വാഴിച്ചു. സുരോധം മദ്യം ചൊഴുന്നതായിട്ടുള്ള ശാൽമല ദ്വീപിൻ്റെ അധിപനായിക്കൊണ്ട് തൻ്റെ പുത്രനായ യജ്ഞവാഹനെ നിയമിച്ചു. ഘൃതോധം, അതായത് നെയ്യ് സമുദ്രമായിട്ടുള്ളതായിട്ടുള്ള കുശദ്വീപിൻ്റെ അധിപനായിക്കൊണ്ട് തൻ്റെ പുത്രനായ ഹിരണ്യ തേജസ്സിനെ അധിപനാക്കി. പാൽക്കടലാൽ ചുറ്റപ്പെട്ട അഞ്ചാമത്തെ ക്രൗഞ്ചദ്വീപത്തിൻ്റെ അധിപതിയായിട്ട് തൻ്റെ പുത്രനായ ഘൃതപൃഷ്ഠനെ നിയമിച്ചു. ദധിമണ്ഡോധം തൈരുകൊണ്ട് ഉള്ള സമുദ്രത്തിൻ്റെ ആ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ശാഖദ്വീപിൻ്റെ അധിപനായിക്കൊണ്ട് തൻ്റെ പുത്രനായ ഉത്തമപുത്രനായിട്ടുള്ള മേധാധിയെയാണ് അവിടെ നിയമിച്ചത്. ശുദ്ധജല സമുദ്രത്താൽ ചുറ്റപ്പെട്ട പുഷ്കരദ്വീപത്തിൽ തനിക്ക് സമാനമായി കൊണ്ടുള്ള വീതിഹോത്രൻ എന്ന പുത്രനെ രാജാവാക്കി. അങ്ങനെ 7 പേരെ 7 സപ്തദ്വീപുകളുടെ അധിപന്മാരാക്കി. 3 പുത്രന്മാര് അവര് ആത്മാരാമന്മാരായി എന്ന് മുമ്പ് തന്നെ പറഞ്ഞുവല്ലോ. പിന്നെ പ്രിയവ്രതൻ തൻ്റെ ഏകപുത്രിയായ ഊർജസ്വതി എന്ന പുത്രിയെ ഉഷനസിന്, ഉഷനസ് എന്ന് പറഞ്ഞാൽ ദൈത്യന്മാരുടെ, അതായത് അസുരന്മാരുടെ ഗുരുവായിട്ടുള്ള ശുക്രന് വിവാഹം ചെയ്തു കൊടുത്തു. ശുക്രന് ഈ ഊർജസ്വതിയിൽ ദേവയാനി എന്ന് കീർത്തിപ്പെട്ട ഒരു പുത്രിയും ഉണ്ടായി. ഇങ്ങനെ സപ്തദ്വീപങ്ങളെയും പുത്രന്മാർക്ക് വിഭജിച്ചു കൊടുത്തിട്ട് ആത്മാരാമനായ പ്രിയവ്രതൻ യോഗമാർഗത്തിൽ പോയി ഭഗവാന്റെ പാദങ്ങളിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞ ആ പ്രിയവ്രതൻ്റെ കഥയെ അവിടെ വളരെ ചുരുക്കിക്കൊണ്ട്, പ്രിയവ്രത വംശ കഥകളെ വളരെ 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 സംക്ഷിപ്തമായി ചുരുക്കിക്കൊണ്ട് ഇവിടെ ഈ 4-ാമത്തെ ഒറ്റ